വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ടിരിക്കാം. എന്താ ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ മിസ്സായി പോയി, അതോട്ടാ. ശരി ശരി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ കാണാത്തതുകൊണ്ട് ഇവിടെ ലഹളയാ. വേറെ ആരുമല്ല, നിന്റെ മഞ്ചാടിക്കുരു. പൂവെത്താൻ വൈകിയതുകൊണ്ടായിരിക്കും. പൂവൊക്കെ കല്യാണത്തിന്റെ ഒരു പൈങ്കിളി ഏരിയാടാ. ഇതൊക്കെ വലിയ പ്രശ്നമാ പെണ്ണുങ്ങൾക്ക്. നീ കൊണ്ടു കൊടുക്ക. നമസ്കാരം. നമസ്കാരം. ഉത്തമേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എല്ലാം പെട്ടെന്ന് വേണം, വേഗായിക്കോട്ടെ. എന്തിനു പറയണു, ഒരു കാക്കി പാന്റ് ഇട്ട് മീശയും പിരിച്ച് ആ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താടാ? എന്താ കാര്യം പറ. ശവം പൊങ്ങി, ഞാൻ കണ്ടു. ദേ പറയുമ്പോഴേക്കും സംഗതി കാട്ടുതീ പോലെ പരക്കും. ഇവിടെങ്ങാനും അറിഞ്ഞ ജയേട്ടന്റെ ചെവിയിലെത്തിയ എന്താ ചെയ്യാ ചെറിയ ചേട്ടാ? നമ്മൾ എന്താ ചെയ്യാ? മുഹൂർത്തം കഴിയുന്നത് വരെ മൂടി വെച്ചേ പറ്റൂ. ഹലോ. ശരി, പറയാൻ. ആരാ? കോട്ടയത്ത് നിന്നൊരു സജി തോമസാ. വിഷ് ചെയ്യാൻ വിളിച്ചതാ. എവിടെയായിരുന്നു നീ? ഇത് പന്തലി തിരക്കണോ? ഓടി ഓടി തളർന്നു അല്ലേ? സണ്ണിച്ചായനെത്തി. ഇന്ന് രാവിലെ ബോഡി കണ്ടത്. ആരാ എന്റെ കൊച്ചുമോനെ കൊന്നത്? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണം അവനെ, എനിക്ക് വേണം അവനെ കൊല്ലാൻ. ഹലോ. കല്യാണം കഴിഞ്ഞിട്ട് എസ് ഇതുവരെ എത്തിയില്ലേ? അവന്റെ അമ്മായിയമ്മനെ കെട്ടിക്കാൻ കണ്ടൊരു നേരം. വിളിക്ക്. ഞങ്ങളുടെയൊക്കെ ജീവൻ അവിടെ വെള്ളത്തിൽ അനാശം പോലെ കിടക്കുന്ന അറിയോ? ചെറിയാൻ സാറുമായി സംസാരിച്ചോണ്ടിരിക്കുക. ഇനി അധികം സംസാരിക്കണടാ. അശോക, സണ്ണിച്ചായൻ അവിടെ പോലീസും പട്ടാളം ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അങ്ങേരെ ഇറങ്ങിയാലേ നിന്റെയൊക്കെ പണി തീരും. എസ് പി ഓഫീസിനോട് വിളിച്ച് പറഞ്ഞേക്ക്, നേരം വൈകുന്നോറും കളി മാറുവേ. പറഞ്ഞേക്കാം. സ്റ്റേഷൻ ആക്രമിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എസ് പി ഓഫീസിലേക്ക് വിളിക്കട്ടെ സാർ? ശരി. ഇനി ഇവിടെ കൂടെ ഈ വധൂവരന്മാർക്ക് മധുരം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വേണ്ട വേണ്ട, ഐതിഹ്യം വേണ്ടെങ്കിൽ വേണ്ട.
വയറ് കീറാൻ പറ്റിയിരുന്നില്ല ഉത്തമന്. ബോഡി പൊങ്ങി. എപ്പോഴാ അറിഞ്ഞത്? നേരത്തെ അറിഞ്ഞു. പറയായിരുന്നില്ല എന്നോട്? ആ താലികെട്ട് അതങ്ങട് ഒഴിവാക്കായിരുന്നില്ലേ? ജയിലിലേക്കുള്ള വഴിയില് ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ തളച്ചിടണമായിരുന്നോ? ഒന്നും സംഭവിക്കില്ല, ഒന്നും. ആ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ബോഡി കണ്ട് ഇത്രയും നേരമായിട്ടും തനിക്കൊന്ന് അറ്റൻഡ് ചെയ്തുകൂടായിരുന്നു? സാർ അത് സാർ, അവന്റെ ഡീറ്റെയിൽസ് വേറെ വല്ലത് കിട്ടുമോന്ന് ചെക്ക് ചെയ്യുക. സാർ. ചെറിയ ചേട്ടാ, വേണ്ട. ഇനിയത് മുന്നോട്ട് പോയാൽ പിന്നെ തിരുത്താൻ പറ്റാത്ത ചതിയാവും. ഒരു കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാ ഉത്തമൻ. അവൻ അപകടത്തിൽപ്പെടരുത്. ഇപ്പോ ഇവിടെ SP യുടെ മുമ്പിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഞാൻ സറണ്ടർ ആവുന്നാവും ശരി. എന്താ ഈ പറയണേ? അല്ലെങ്കിൽ അവനും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ച് ബുദ്ധിമോശം കാണിക്കരുത്. നിങ്ങൾ തള്ളയും മോളും അറിയാതെ ഉത്തമൻ എങ്ങും പോവില്ലെന്നാണല്ലോ കേട്ടത്. എവിടെ ഉണ്ടവൻ? എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയേണ്ടത്. പക്ഷെ ഇങ്ങനൊരു കാര്യം കുറച്ചു നേരത്തെ ഓടിപ്പിടിച്ചതിലേ വന്നെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് അപ്പൊ തന്നെ പോകുന്നതും കണ്ടത്രേ. സത്യം പറ, നിങ്ങൾ അവന്ന് കണ്ടില്ലേ? ഇല്ല. നീ കണ്ടോടി? എവിടെ പോകുന്നു പറഞ്ഞോൻ? പറഞ്ഞോന്ന്. അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഒരു കൊല ചെയ്തവനവൻ, മനസ്സിലായോ? എന്നാലും പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ അവൻ. നിങ്ങൾ പറഞ്ഞിരുന്ന ഉത്തമനോട് കൊല്ലാൻ. തമാശ കടാ. അന്ന് അവർ തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോ അവൻ പറഞ്ഞത് കേട്ടതല്ലേ കൊന്നുകളയൊന്ന്. എന്തായാലും ഒരു ആപത്ത് നാട് നീങ്ങുന്ന വിചാരിച്ചാ മതി. ആ പയ്യന്റെ ജന്മം പാഴായി. കോടതിയും കേസൊന്നല്ല പ്രശ്നം. ആ പുലിമുറ്റത്ത് സണ്ണി വെറുതെ ഇരിക്കുവോ? പുല്ലൂരാങ്കുന്നിലെ ഓരോരുത്തരോടായിട്ട് പറയാ, എന്റെ അലക്സി മോനെ കൊന്ന് കെട്ടിത്താത്തിയ പന്ന കഴിവരുടെ മോനെ സഹായിക്കാനോ ഒളിപ്പിക്കാനോ ഏതെങ്കിലും നായിന്റെ മോൻ മുതിർന്ന അവന്റെ തല ഈ അങ്ങാടിയിലുള്ളും. എന്റെ അലക്സിമോൻ ചത്ത ഒരാപത്ത് നാട് നീങ്ങിന്ന് വിചാരിക്കണ ഒരു പുല്ലനും ഈ അങ്ങാടി വേണ്ട. മനസ്സിലാകാം? ഈ ചന്തയിലിട്ട് ഉത്തമൻ എന്റെ അലക്സിമോൻ അടിച്ചു, കൊല വിളിച്ചു. എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിന്ന പുലിമുറ്റത്ത് ഉപ്പും ചോറും തന്നിട്ടുള്ള പുല്ലൂരാങ്കുന്നിലെ സർവേരപ്പാളുകളോടും കൂടി പറയുകയാണ്, ഉത്തമന് വായിക്കരിയിടാൻ ഒരു പിടി അരി എടുത്ത് പിടിച്ചോ.
ആ ശവത്തിന്റെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടോടാ നിന്നെ? വാ, അകത്തേക്ക് വാ. വേണ്ട, ഇപ്പൊ അമ്മ എന്നെ കാണണ്ട. എനിക്കും അതിന് കഴിയില്ല. പുലരുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം തിരിച്ചു നടക്കാനുള്ളതാ. എവിടെയായിരുന്നു നീ? വടക്കമ്മല കയറി. ഈശ്വര, സാരല്ല സാരല്ല. പറ്റിപ്പോയ തെറ്റിന് നിയമം തന്നേക്കാവുന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നതിനേക്കാൾ വലിയ വേദനയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ജയിലെങ്കിൽ ജയിൽ. എന്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു. പാടില്ല. അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിന്റെ പേരില് ഒരുപാട് മനുഷ്യരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്ത്. പാടില്ല. ആ തൊപ്പി ആ തലേ തന്നെ ഇരിക്കണം. മോനൊരു വലിയ പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു അച്ഛൻ, ആ അച്ഛന്റെ മകൻ ഒരു കൊലയാളിയായിട്ട് ജയിലിൽ പോവാനോ? ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ അമ്മ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ? സർവ്വ സ്വപ്നങ്ങളും തകർന്ന് എന്നും ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ശപിക്കപ്പെട്ട ജന്മമാക്കി തീർക്കണോ ദേവികയുടേത്? നിന്നെ കുരുതി കൊടുത്ത് എല്ലാം ഒളിച്ചു വെച്ച് കാക്കിക്കുപ്പായോട്ട് എനിക്കൊരു സുഖജീവിതം വേണ്ട. വേണ്ട. കൊന്നത് നിങ്ങളാണെന്ന് വെളിപ്പെടുത്തുമെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് ഞാന്. നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോവാം. എന്നിട്ട് വേണം ആരോരുമില്ലാത്ത നമ്മുടെ കുടുംബത്തിൽ കയറി ആ സണ്ണി നേരങ്ങാൻ നായാട്ട് നടത്താൻ. പുലിമുറ്റത്ത് അലക്സി തോമസിനെ കൊന്നത് ഞാനാ. ഉത്തമ. ആ അതെ, ഉത്തമൻ കൊന്നു. ഞാനാ കൊന്നത്. എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞ്. അമ്മേ, ദാ കുടിക്കേ. ഈശ്വര, എന്റെ കുട്ടി എന്തിനാ അവനിങ്ങനെ ചെയ്തത്? അവൻ ചെയ്യില്ല. അതിനൊന്നും കൈ ഉറയ്ക്കുന്നവനല്ലല്ലോ. എനിക്കെന്റെ കുട്ടിയെ ഒന്ന് കാണണം. അതെ, ബന്ധവും സ്നേഹമൊക്കെ ശരി തന്നെ. കൊലക്കേസിലെ പെട്ടിരിക്കുന്നത് എന്ന് കരുതി വലിച്ചെറിയാൻ പറ്റുമോ? പെറ്റുപോറ്റിയതല്ലെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് ജയനും അവനും രണ്ടും രണ്ടായി കാണാൻ പറ്റണ്ടായിട്ടുണ്ട് എനിക്ക്. CC 320/2000 കേസിലെ പ്രതി ഉത്തമന് താഴെ പറയുന്ന വ്യവസ്ഥകളിന്മേൽ ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിന്റെ കാര്യത്തിനാണെങ്കിൽ നാളെ കോടതി വന്നാ മതി. ഞാനിന്ന് അല്പം തിരക്കിലാ. വേണ്ടപ്പെട്ട ചിലരുടെ കൂടെ വന്നിട്ടുണ്ടേ. ചെറിയ സാറിന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു എയ്ഡ് വേലായൻ സാറിന്. മീശ. അത് തന്നെ. ഈ സബ് ജയിലിൽ ചെന്ന നട്ടകിട്ടി പതുവ ആർക്കായാലും 2 എണ്ണം കിട്ടും. ഇപ്പൊ അവിടെ ഇടിക്കാൻ നിൽക്കുന്ന ആരാ? ഈ മീശ വേലായുധനാ. എന്നെ കണ്ട വഴിക്കൊരു ഒറ്റ വിളിയാ, ഉത്തമ നീ എന്നടാ ജയിലിൽ കയറിയെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് സാറേ, നാട് ഭരിച്ച പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MLA-മാര്, കോടീശ്വരന്മാര് വരെ കോടതിയും ജയിലായിട്ട് കയറി ഇറങ്ങണ ഈ കാലത്ത് ഞാൻ ഇതിന്റെ അകമൊക്കെ ഒന്ന് കണ്ടോട്ടെ, കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് ഞാൻ. കൊള്ളാം, നല്ല മറുപടി. എന്താ സ്വാമി, വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ ചായയും കാപ്പിയൊന്നും ഇല്ലേ? ആകെയുള്ള വേലക്കാരൻ ലോട്ടറി പോലെയാ. വന്നാ കാണാം. വല്ല ചായയോ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാമി. ഓ, എങ്കിൽ ബാക്കി കാര്യം ഞാൻ